നമ്മുടെ ഈ പടത്തിലെ നായകൻ്റെ പരിപാടി എന്നിട്ടെന്ന് വെച്ചാൽ മണൽ കടത്തിലാണ്. നമ്മുടെ കൊട്ടമധുവണ്ണന് വേണ്ടി മണൽ കടത്തിലാണ് ഇവൻ്റെ പരിപാടി. നായകൻ്റെ എൻട്രി തന്നെ ഒരു പൊട്ടിത്തെറിക്കില്ല, അതന്നെ സിനിമയ്ക്കുണ്ടായേ. നമ്മുടെ നായകൻ മണൽ കടത്തലും പിന്നെ ആൾക്കാരെ തല്ലിയും നൈസായിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ്. కొరగొరమంటూ చూస్తారు, పొట్టి పొట్టి గౌనే వస్తే పట్టి పట్టి చూస్తారు. కొక్క కాదు గౌను కాదు కట్టిల్లోన ఏముంది, కళ్ళిల్లోనే అందా ఉంది మేమగబొత్తి వామరబొత్తి. ഓ അന്ത മാമ ഓ അന്ത വാമ. അപ്പോഴാണ് നമ്മുടെ ശംഭുവണ്ണൻ സ്റ്റേഷനിൽ ചാർജ് എടുക്കണേ. മൂപ്പരെ കുറിച്ച് പറയണെങ്കിൽ മൂപ്പര് ടെററാണ് ഗൈസ്. നിസ്സാരം 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 നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം നിസ്സാരം. അത് മാത്രല്ല നമ്മുടെ ശംഭുവണ്ണൻ ഡ്യൂട്ടി ടൈമിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ നായകന് ഒരു കൂട്ടുകാരനുണ്ട്. മൂപ്പര് വാ തുറന്നിട്ടുണ്ടെങ്കിൽ ബോഡി ഷെയിം അല്ലാണ്ട് വേറൊന്നും സംസാരിക്കില്ല ഗൈസ്. ഒരു പാവം ടാർഫായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കളിയാക്കലാണ് നമ്മുടെ ബോഡി ഷെയിമാണ് എൻ്റെ പരിപാടി. അല്ലടാ, നേരത്തെ വായക്കല്ലിലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, അയ്യോ തെറിച്ച ബോള് തെറിച്ച് ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഹരിശ്രീ അശോകനാണ് നമ്മുടെ നായകന്റെ അപ്പൻ. മൂപ്പര് പഴയ മണൽ കടത്ത് വീരനാണ്. ഇപ്പൊ ഫീൽഡ് ഔട്ടാ. നമ്മുടെ നായകൻ കടത്താൻ വെച്ച മണ്ണൊക്കെ നമ്മുടെ ശംഭുവണ്ണൻ JCB കൊണ്ട് പുഴയ്ക്ക് ഇടും. അത് നമ്മുടെ നായകന് ഇഷ്ടമായില്ല. പിന്നെ നമ്മുടെ ശംഭുവണ്ണൻ പറയും മേലാലി വക പരിപാടി ഇറക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടിച്ച് കൂട്ടുന്നു പറയും. അത് നമ്മുടെ നായകന് ഇഷ്ടമായില്ല. മൂപ്പര് പിന്നെ കട്ടക്കലിപ്പോ വന്നിട്ട് രാത്രി തന്നെ മണൽ കടത്താനായിട്ട് പോവും. അപ്പൊ നോക്കുമ്പോടാ അതേടെ നമ്മുടെ ശംഭുവണ്ണൻ അവിടെ സിഗരറ്റ് വെച്ച് കട്ട മാസില നിപ്പാ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല. ചെവിയും കട്ടൂടെ കണ്ണു കണ്ടൂടാ, ശിവനെ ഇതയാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശംഭുവണ്ണൻ നായകന്റെ കൂട്ടുകാരനെയും പിന്നെ അളിയനെയും ഇടിച്ചു കൂട്ടും, അളിയനെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശംഭുവണ്ണൻ നായകന്റെ അപ്പൻ്റെ അടുത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ട് നീ നിന്റെ മോനും മണൽ കടത്തിൽ നിർത്തിയില്ലെങ്കിൽ ആ മണലിലിട്ട് നിന്നെ മൂടുന്ന് പറയും. അത് നമ്മുടെ നായകന്റെ അപ്പന് ഇഷ്ടമായില്ല. എന്നിട്ട് മൂപ്പരുടെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട് മോനെ, ദേഷ്യം കയറിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നായകൻ നമ്മുടെ ശംഭുവണ്ണനെ ഇടിച്ച് കൂട്ടും. അത് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകും. പിന്നെ ഗൾഫിൽ കിടന്ന് കുറേ എന്തൊക്കെയുണ്ടൊക്കെ അപരാധങ്ങളൊക്കെ കാട്ടി വെറുപ്പിച്ച് അങ്ങനെ പടം കഴിഞ്ഞു ഗൈസ്.